ഭഗവതിയെ അമ്മേ ദേവി, ക്രിസ്മസ് ഒക്കെ അങ്ങനെ അങ്ങ് പോയി. ന്യൂ ഇയർ എങ്കിലും അടിച്ചു പൊളിക്കണം, നല്ല പിരിവ് കിട്ടണം. എല്ലാം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ന്യൂ ഇയറോടെ അഴുക്ക സ്വഭാവങ്ങൾ ഞാൻ വെച്ച് നിർത്തി അടുത്ത 1-ാം തീയതി നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ദേവിയുടെ അടുത്ത് വരും. ഇത് സത്യം. പിന്നെ ഈ പിരിവിൻ്റെ കാര്യം ഞാൻ മറക്കരുത്. ദൈവമേ, നീ ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യരെ ഉണ്ടാക്കി. നന്മ മാത്രം ഉണ്ടാക്കിയ പോരായിരുന്ന, ഇവിടെ തിന്മയും കൂടെ ഉണ്ടാക്കി മനുഷ്യനൊക്കെ കിടന്ന് പാടുപെടും. ഒരു നേരത്തെ മദ്യപാനം, കുറെ മദ്യം കൂടെ അമിതമായിട്ട് ഇങ്ങനെ തോട് വഴി ഒഴുകിയിരുന്ന് ഞാൻ പോരി ആന്തായിരുന്നു. അല്ല ശശി അണ്ണൻ ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയാ? പിന്നെ ഞാൻ ചെയ്യണം. നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. പൈസ ഒന്നുമില്ലാണ്. പൈസയാ? 1, 2, 3, 4, 5 50 രൂപയുണ്ട്. 950 രൂപ കൂടി ഉണ്ടെങ്കിൽ 1000 രൂപ നമുക്ക് സുന്ദരേശന്റെ ഒരു ഫുള്ള് വാങ്ങിച്ച് അടിച്ചു പൊളിക്കാൻ നമുക്ക്. അന്ന് 50 രൂപ വെച്ചോണ്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. നിന്റെ എണ്ണ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 500 രൂപ കാണുമെന്ന്. നിനക്ക് ഇതിനേക്കാളും ആ ഡ്രൈവർ വിലം നീ തലവൈ. ന്യൂ ഇയർ സൂപ്പർ ആയിരിക്കും. നീ എന്താണ് പറഞ്ഞത്? പൈസ ഇല്ലാത്തവർ ട്രെയിനിൽ തല വെക്കാനോ? ഈ ട്രെയിനിൽ തല വെക്കാൻ നിന്നാലേ ഇവിടെ നാട്ടുകാരും വല്ലതും കാണുവാടാ. ഈ കടമില്ലാത്ത ഒരാളെ നീ എനിക്ക് പറഞ്ഞാടാ. കടം ഉണ്ടാണോ? ഉണ്ട്. ആരെന്നറിയാമ്മ? നമ്മളെ മായാവിയെ. മായാവി തരുവാണ് നമുക്ക് 950 രൂപ. ഈ രാധയെ രാമുവിനെ സഹായിക്കണ ഈ മായാവി സഹായിച്ചോണ്ടിരിക്കുന്നത്. ഏത് മായാവിയുടെ? നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത മായാവി. മായാവി ഈ ബാലമേലെ മായാവിയിലോ ഉണ്ടോ? ചീറ്റിപ്പല്ലേ. അല്ലാതെ എന്റെ എവിടെ നിന്നാ ഈ ന്യൂ ഇയർ ആയിട്ട് പൈസ ആഘോഷിക്കാൻ വേണ്ടി? ക്രിസ്മസ് ആഘോഷിച്ചതിന് ക്ഷീണം ഇതുവരെ തീർന്നില്ല. നീ ക്രിസ്മസ് ആഘോഷിച്ച കാര്യം ഞാൻ അറിഞ്ഞ് ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു, ഇനി ഈ ന്യൂ ഇയറോടെ, അതായത് ഈ പുതുവർഷം പോകുന്നതോടെ മദ്യപാനം അല്ലാതെ അനാവശ്യമുള്ള പരിപാടികളൊക്കെ ഞാൻ വെച്ച് മതിയാക്കി നല്ലവനാവാൻ വേണ്ടി. ഇനിയുള്ള 1-ാം തീയതി പറഞ്ഞാൽ പൊളിക്കും ഞാൻ. പിന്നെ തീരെ നിവർത്തിയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ റബ്ബറിന്റെ ഒട്ട് കാരണം ഉത്സാഹിച്ച് വലിച്ചാലേ നമ്മൾ വലിച്ചോണ്ടിരിക്കേണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. ന്യൂ ഇയർ ആയിട്ട് ഇടി കൊണ്ടാലേ 1 കൊല്ലം കിടക്കേണ്ടി വരും. നീ വേറെയാണ്, അതൊന്നും ഇല്ലെന്ന് പറയുന്നത്. നീ ഞാൻ നിൽക്കുമ്പോ നീ പേടി പല്ലി പോലെ അത് വേണോടെ? അതുകൊണ്ട് കുടിയെന്ന് പറഞ്ഞൊരു പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ ആരും കള്ളയെന്ന് പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. അല്പ കള്ള എന്നുള്ള പേര് കിട്ടിയാൽ കുഴപ്പമൊന്നും. നീ പാന്റും ഗ്ലാസ് ഇട്ടോണ്ട് എവിടെ പോണേ? ഇത് തന്നെയാണ് ഞാൻ ഇവന്റെ വീട് ഒഴിഞ്ഞോണ്ട് വന്നപ്പോഴേ ഭയങ്കര ഒച്ച സൗണ്ടും ഈ പാന്റ് കേട്ടുള്ള സൗണ്ട് ആയിരിക്കും. അതെന്തടേ, ഞാൻ പാന്റും ഗ്ലാസ് ഇട്ടുകൊണ്ട് പോയാൽ ശരിയാവൂലേ? പടക്കാരന്മാരിട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു സെറ്റപ്പ്. നമ്മളെ പോലെ സാധാരണക്കാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കളിയാക്കുക ഇല്ലടേ? അതൊക്കെ പോട്ട് സംഭവം അല്ലടേ. നീ പുതിയ പാന്റ് ഷർട്ട് ഇട്ടിട്ട് എങ്ങോട്ട് പോണേ? നിന്റെ കണ്ണക്കേന്ദ്രം എന്തിനാ കുഴിഞ്ഞിരിക്കുന്നത്? ശരി തന്നെടേ, നിന്റെ കണ്ണെന്താ കുഴിഞ്ഞിരിക്കുന്നത്? ഒന്നും പറയണ്ടടേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് ഒരു മൈനേക്ക് ഞാൻ ഒരു നല്ല കാര്യത്തിന് പോണയില്ലേ, ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോണ കാര്യം നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാമോ, 2ആയിട്ട് കാണാൻ വേണ്ടി കണ്ണിന് ഇങ്ങനെ കുത്തി കൊടുക്കും. സംഭവം അങ്ങനെയാണ് കണ്ണ് കുഴിഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. വിശ്വസിച്ചു. എന്റെ കുറച്ച് പൈസ ഉണ്ട്, അവന്റെ കയ്യിലും കുറെ പൈസ ഉണ്ട്. നീ ഒരു 900 രൂപ കൂടി ഇട്ടാ നമുക്ക് ന്യൂ ഇയർ ഒന്ന് അടിച്ചു പൊളി. നിങ്ങളെ കൂടി ഞാൻ ഒരു പരിപാടിക്കില്ല. ഞാൻ എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കോവളത്ത് പോവുകയാണ്. അവിടെ മദാമ്മമാരും സാഹിബുമാരും ഉണ്ട്. 12 മണിക്ക് ഞാൻ അവിടെ അടിച്ചു അർമാദിക്കും. ഇന്ത്യയൊക്കെ കൂടെ കണ്ടത്തിലും തോട്ടത്തിലും ഇരുന്ന് കള്ളും കുടിച്ച് അവിടെ കിടന്ന് വാളും വെച്ച് വാരി രാത്രി തൂറി മനുഷ്യനെ നാറ്റിച്ചിട്ട് ഈ ഒരു വർഷം പോക്ക് ഞാൻ പോട്ടു. എടാ സ്മരണ. കഴിഞ്ഞ പ്രാവശ്യം നീ നമ്മളെ കൂടെ വന്ന് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചവനാണ്. അന്ന് വെള്ളത്തിൽ നിന്ന് ചെറിയ ഒരു സാധനം തൊണ്ടയെ കുരുങ്ങുന്നത്. ഇയാളെ അരിഞ്ഞാളം പണയം വെച്ചാണ് ഇയാളെ നിനക്ക് പൈസ തന്നത്. ആ നന്ദി നീ കാണിക്കാറുണ്ടടാ. എടാ, സ്നേഹമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്റെ കയ്യിരിക്കുന്ന പൈസ നമുക്ക് തന്നെ നമുക്ക് അടിച്ചു പൊളിക്കുക. ഇവിടെ ആഘോഷിക്കാടാ. വല്ല മാതാമാരുടെ പോയി കിടന്ന് അടിച്ച് ആഘോഷിച്ച് അവിടെ പോലീസ് പിടിച്ച് എന്തിണ്ടാ വെറുതെ. ഇതൊക്കെ അന്ന് അവൻ വെള്ളം അടിച്ച ഓർമ്മയും ചവത്തേന്നുമില്ല. മനസ്സിലായ കേട്ടാ? എടേ, ഇത് എത്ര വർഷത്തിന് മുമ്പ് നടന്ന കാര്യോടെ നിങ്ങൾ പിന്നെയും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താതെ. നിങ്ങൾ സഹായിച്ച് ശരി തന്നെ ആശുപത്രി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ആശിച്ചു പോയടേ. കുറേ ദിവസം കൊണ്ട് ജോലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പൈസയൊക്കെ വെച്ചിട്ടുണ്ടേ. ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ പോട്ടാ. അടുത്ത കൊല്ലം ന്യൂ ഇയറിന് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം.
ഡേയ് സുരേഷേ, നിന്നെ പോലെ നല്ല മനസ്സുള്ള ആരുടെ ഈ കുണ്ടമൻ കടവിലുള്ളത്? അത് ശരി തന്നെ, അണ്ണൻ പറഞ്ഞു അത് 100 കാര്യം സെക്കൻഡ് എന്നാണ്. നിന്നെ പോലെ മനസ്സുള്ള ഒരൊറ്റ മനുഷ്യൻ ഈ പ്രദേശത്തുണ്ടാളാ. ഇടാ അതുകൊണ്ട് നീ ഉള്ള പൈസ നമ്മളെ കയ്യിരിക്കുന്ന എല്ലാം കൂടെ ഇടാം. ഞാൻ ഈ ന്യൂ ഇയറോടെ ഞാൻ വെച്ച് നിർത്തി. ഇനി ഒരു തുള്ളി പോലും ഞാൻ അടിക്കില്ല, ഉറപ്പായിട്ട് അടിക്കില്ല. ഈ വർഷം ഞാൻ നന്നായി, അണ്ണൻ നന്നാവൂലണ്ണ. ഞാൻ ഇന്ന് രാവിലെ കോവിലിൽ പോയി സത്യം ചെയ്താണ് പറഞ്ഞത്. ഇനി ഈ വർഷത്തോടെ വെള്ളം അടിച്ച് നിർത്തി, നമ്മൾ ഇനി അടിക്കൂല എന്നല്ലേ പറഞ്ഞു. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി പോണില്ലടേ. എനിക്ക് സുഹൃത്തുക്കൾ തന്നെയാണ് വലുത്. എന്തായാലും നമുക്ക് ഈ ന്യൂ ഇയർ ഇവിടെ അടിച്ച് പൊളിക്കടേ. എൻ്റെ കയ്യിൽ 1000 രൂപ ഉള്ളോളിയാ. ആര് പോകും സാധനം എടുക്കാൻ? ആര് പോവല്ല, ഞാൻ പോവും. എന്റെ സുന്ദരേശന്റെ വീട് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, നല്ല സാധനം അടിച്ചാൽ മതി, കുറഞ്ഞ സാധനം ഒന്നും അടിക്കണ്ട. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നിങ്ങൾ ക്ലാസ് വെള്ളം വാങ്ങിച്ചോണ്ട് തോട്ടിന്റെ വരും. ഞാനൊരു കാര്യം പറയാം. എന്റെ കയ്യിലുള്ള പൈസ ഫുള്ളായിട്ട് സാധനം എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ പൈസ ഒന്നുമില്ല. പിന്നെ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഈ ന്യൂ ഇയർ ആയിട്ട് ഞാൻ കോവളത്ത് പോകുന്നതാണ്, നിനക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് കോവളത്ത് ഡാൻസ് കളിക്കും പോലെ ഇവിടെ ഈ തോട്ടിൽ ഇറങ്ങി നന്നായിട്ട് അറുമതിച്ച് ഡാൻസ് കളിക്കണം. 2 എണ്ണം അടിച്ച് പൊളിച്ചിട്ട് ഇന്ന് രാത്രി ഫുള്ളാണ് ഞാൻ കളിക്കും. വെളുപ്പാങ്കാലം നിങ്ങളുടെ അടുത്ത് ഞാൻ ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞിട്ട് പോവുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. ഉള്ള പൈസ ഞാൻ സാധനം കൊടുക്കാൻ കൊടുത്തു. എന്റെ പൊന്നളിയാ, നീ തുണി അഴിച്ച് ആടുക, തുണി ഇല്ലാതെ ആടുക, എന്ത് വേണം നീ. ഇവിടെ ആദ്യം അങ്ങേ സാധനം കൊണ്ട് വരട്ട്. ആകെപ്പാടെ എടുത്ത് ഒരു ഫുള്ള്, ഈ ഫുള്ള് അടിച്ച് തീർന്നിട്ട് അടുത്ത ഫുള്ള് എടുക്കുമ്പോഴുള്ള കാര്യമല്ലേ. തുണിയോ എന്ത് വേണം നമുക്ക് ഇച്ചിരി അടിക്കാം. ഉയർ വന്നല്ലോ, കുപ്പിയെടുത്തല്ലോ, പാട്ടൊക്കെ പാടണം. വന്നല്ലോ, വന്നില്ല പാടാൻ തുടങ്ങി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കുപ്പി മാത്രമേ ഉള്ളൂടാ ഇത്. എടേ ഇതിലുള്ള എല്ലാം ഈ പണ്ടാരക്കാലം കുടിച്ച് ചുമ്മാ അല്ല അയാൾ അങ്ങിന്ന് വന്നപ്പോ ആടി വന്നത്. ഇനിയിപ്പൊ നമ്മളിനിപ്പോ എന്ത് ചെയ്യണം? എന്റെ 1500 രൂപ ഈ വാഴപ്പടയിൽ കിടക്കുന്നത് കുടിച്ച് ഇനി കടം വാങ്ങാനോ ആളില്ലല്ലോ. നിനക്ക് എന്തൊക്കെ തുണി അഴിച്ചാണോടാ ഈ വർഷത്തെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.